ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ താലിബാനികൾ വിസ്മയമാണ്. ഹമാസ് ആണെങ്കിൽ പോരാളികളാണ്. ഐസിസ് ആണെങ്കിൽ സുന്നത്തെടുക്കുന്ന നബിയുടെ അനുചരന്മാരാണ്. ജോസഫ് മാഷയുടെ കയ്യും കാലം വെട്ടിയ ആളുകളാണെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ നബി ഗുണ്ടകളാണ്. അങ്ങനെ കേരളത്തിനു മാത്രമായി ഒരുപാട് പ്രത്യേകതകളുണ്ട്. നൂറുകണക്കിന് രാജ്യങ്ങൾ ഭീകരനാണ് എന്ന് പ്രഖ്യാപിച്ച ഖാലിദ് മിഷേൽ നമ്മുടെ നാട്ടില് പ്രവാചകനാണ്. മുഹമ്മദ് നബിക്ക് പോലും ഒരുപക്ഷെ ഇത്രയധികം സ്വീകരണം മലബാറിന്റെ മക്കൾ നൽകിയെന്ന് വരില്ല. അത്രയ്ക്ക് സ്വീകരണമാണ് ഹമാസ് നേതാവായ ഖാലിദ് മിഷേലിന് കേരളം നൽകിയത്. ഈ രാജ്യം അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് നിരോധിച്ചിട്ട് പോലും ശരിയെന്നാൽ ഓൺലൈൻ മീറ്റിൽ പങ്കെടുക്കാം. ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ സാധിച്ചത്. ഒരു മതരാജ്യമാണെങ്കിൽ പറ്റുമോ? ആ മതരാജ്യം ആ രാജ്യത്തെ വിസിറ്റിംഗ് നിരോധിച്ച ഒരു വ്യക്തി ആ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമോ ഓൺലൈൻ വഴി? സാധിക്കില്ല. കഴുത്തിന് മുകളിലെ ഈ ആടുന്ന സുന ഉണ്ടാവില്ല. ഒക്ടോബർ 7-ാം തീയതിയുള്ള ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹമാസ് ആക്രമണം ആസ്പദമായിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ചിത്രം പ്രക്ഷേപണം ചെയ്യാൻ ഇപ്പോൾ US ചാനലുകൾ കൂട്ടാക്കിയിട്ടില്ല. ഡോക്യുമെന്ററി പ്രക്ഷേപണം ചെയ്യണമെങ്കിൽ ഹമാസിനെ ഭീകരവാദികൾ എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് BBC നിബന്ധന വച്ചതായും വെളിപ്പെടുത്തലുകൾ വരുന്നു. 2023 നോവ മ്യൂസിക് ഫെസ്റ്റിവലിലെ ആക്രമണം പ്രമേയമായിട്ടുള്ള വി വിൽ ഡാൻസ് എഗെയിൻ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ യാരിവ് മോസർ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അമേരിക്കൻ വിനോദ മാഗസിനായ ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഇസ്രായേൽ സംവിധായകൻ ഇത് പറഞ്ഞത്. ഡോക്യുമെന്ററി പ്രക്ഷേപണം ചെയ്യാനായി നിരവധി US ചാനലുകളെ ബന്ധപ്പെട്ടിരുന്നു എന്ന് യാരിവ് മോസർ പറയുന്നു. എന്നാൽ ഒക്ടോബർ 7 സംഭവ വികാസങ്ങൾ തൊടാൻ അവർക്ക് ഭയമാണെന്ന് പറഞ്ഞ സംവിധായകൻ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് ചാനലുകളെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചത് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്യുമെന്ററി ഏറ്റെടുക്കണമെങ്കിൽ ഹമാസിനെ ഭീകരവാദികളെന്ന് വിശേഷിപ്പിക്കരുത് എന്ന നിർദ്ദേശമാണ് BBCയിൽ നിന്ന് തനിക്ക് ലഭിച്ചത് എന്ന് യാരിവ് അഭിമുഖത്തിൽ സൂചിപ്പിക്കുന്നു. നിർദ്ദേശം സംവിധായകൻ അംഗീകരിച്ചിട്ടുണ്ട്. BBC പ്രക്ഷേപണം ചെയ്യുന്ന ചിത്രത്തിൽ ഹമാസിനെ ഭീകരവാദികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗം നീക്കം ചെയ്യും. ഒക്ടോബർ 7 നടന്ന ക്രൂരതകൾ ബ്രിട്ടീഷ് പൊതുജനത്തിന്റെ ശ്രദ്ധയിലെത്തിക്കാൻ അത്തരം ഒരു വില കൊടുക്കാൻ താൻ തയ്യാറായിരിക്കുന്നു എന്നും അവർ ഭീകര സംഘടനകളാണോ അല്ലെന്നും ഇത് കണ്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുമാണ് അഭിമുഖത്തിൽ സംവിധായകൻ പറഞ്ഞത്. അതേസമയം ഓസ്ട്രേലിയ, സ്പെയിൻ എന്നിവിടങ്ങളിൽ വിവിധ ചാനലുകൾ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും. അമേരിക്കയിൽ പാരമൗണ്ട്+ TVയിലൂടെയാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ജർമ്മനിയിലെ പ്രമുഖ ചാനലായ RTL പ്രൈം ടൈമിൽ തന്നെ പ്രക്ഷേപണത്തിന് ഒരുങ്ങുന്നതായി സംവിധായകൻ പറഞ്ഞു. വി വിൽ ഡാൻസ് എഗെയിൻ രാഷ്ട്രീയമൊന്നും ചിത്രത്തിൽ ഇല്ലെന്നും അതിജീവിതരുടെയും ഹമാസിന്റെയും കണ്ണിലൂടെ അന്ന് നടന്ന സംഭവങ്ങൾ വിവരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നതെന്നും യാരിവ് മാധ്യമത്തിലൂടെ പറഞ്ഞു. 2023 ഒക്ടോബർ 7-ാം തീയതിയായിരുന്നു ഇസ്രായേലിനെ ഞെട്ടിച്ച ഹമാസിന്റെ മിന്നലാക്രമണം നടന്നത്. ദക്ഷിണ ഇസ്രായേലിലെ കിബൂട്സ് മീറ്റിൽ നടന്ന സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ്, ഈ ഫെസ്റ്റിന്റെ വേദിയിലായിരുന്നു ഈ സംഭവം. പുലർച്ചെ 6:30 ഇസ്രായേലിലേക്ക് ഹമാസിന്റെ റോക്കറ്റുകൾ വർഷിച്ചു. അതിർത്തി കടന്നെത്തി ഹമാസ് അംഗങ്ങൾ അതിന് പിന്നാലെ ആഘോഷവേദിയിലേക്ക് ഇരച്ചെത്തി. ഹമാസ് ഭീകരർ നടത്തിയ വെടിവയ്പിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെട്ടു. നിരവധി പേരെ ബന്ദികളാക്കി 1400 പേരെ കൊന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഗാസയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ബാക്കിയുള്ള ആളുകളെയൊക്കെ 257ഓളം സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ. ഈ ആക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് മുക്തമാകാൻ ഇസ്രായേൽ ഭരണകൂടം അല്പം സമയമെടുത്തു. മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇസ്രായേൽ ഔദ്യോഗികമായി സംഭവത്തോട് പ്രതികരിച്ചത് തന്നെ. പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി. ഇസ്രായേൽ സൈന്യം ഗാസയിൽ രൂക്ഷമായ വ്യോമാക്രമണം ആരംഭിക്കുകയും ചെയ്തു. അതേസമയം 2006 രണ്ടാം ലെബനൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഇസ്രായേൽ മുൻ സൈനികൻ കൂടിയാണ് യാരിവ് മോസർ. ഹിസ്ബുള്ളക്കെതിരായ ആക്രമണത്തിന്റെ ദൃക്സാക്ഷികളുമായ മൈ ഫസ്റ്റ് വാർ എന്ന പേരിൽ ഡോക്യുമെന്ററി ചിത്രവും ചെയ്തിട്ടുണ്ട്.
ഇസ്രായേൽ രാഷ്ട്രപിതാവും പ്രഥമ പ്രധാനമന്ത്രിയുമായ ഡേവിഡ് ബെൻ ഗുരിയൻ, ഹോളോകോസ്റ്റിന് നേതൃത്വം നൽകിയ നാസി നേതാവ് അഡോൾഫ് എയ്ക്ക്മാൻ എന്നിവരെ കുറിച്ച് എല്ലാം ഡോക്യുമെന്ററികൾ ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഹമാസ് ഭീകരരാണോ പോരാളികളാണോ എന്ന് ലോകരാജ്യങ്ങൾക്ക് മുഴുവനും അറിയാം. ആദ്യം ഇസ്രായേലിന്റെ ലക്ഷ്യം ഈ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഹമാസ് ഇസ്രായേലിനോട് ചെയ്ത കൊടും ക്രൂരതയ്ക്ക് പകരമായി യുദ്ധം പ്രഖ്യാപിച്ച ഇസ്രായേൽ അന്നു മുതൽ ഇന്ന് വരെ ഏതാണ്ട് 1 വർഷം തികയാൻ പോകുന്നു. യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഹമാസ് ഭീകരരെ ഒന്നൊന്നായി അവരുടെ നേതാക്കളെ വകവരുത്തിയ ഇസ്രായേൽ ഏറ്റവും ഒടുവിലായി യഹ്യാ സിൻവാറിന്റെ തലയുമെടുത്തു. ഇസ്മായിൽ ഹനിയയ്ക്ക് ശേഷം മണ്ണിൽ വീഴുന്ന തല യഹ്യാ സിൻവാറിന്റേതാണ്. വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് യഹ്യാ സിൻവാർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ പറഞ്ഞു. വാർത്ത സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാതെ ഇസ്രായേൽ തുടരുന്നു. ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ് എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് കാരണമായ ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരനാണ് യഹ്യാ സിൻവാർ. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത TV ചാനലായ കാനാണ് ആദ്യം പുറത്തുവിട്ടത്. ഗാസയിൽ നടന്ന IDF വ്യോമാക്രമണത്തിൽ സിൻവാർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു റിപ്പോർട്ട്. പലതവണ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതുകൊണ്ട് ജാഗ്രതയോടുകൂടിയായിരുന്നു ഇസ്രായേൽ നേതൃത്വത്തിന്റെ പ്രതികരണം. അന്വേഷണം നടക്കുന്നു എന്ന വെറും ഒരു ചെറിയ കുറിപ്പിൽ ഒതുങ്ങി ഇസ്രായേലിന്റെ മറുപടി. അദ്ദേഹം മരിച്ചോ എന്ന കാര്യത്തിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം ഭിന്നതയിലാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏറെക്കാലമായി അദ്ദേഹത്തിന് അണികളുമായി ബന്ധമില്ല എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന് കാരണം സംബന്ധിച്ചിട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള ഭിന്നത. രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റ് കൊലപാതക വാർത്ത നിരസിച്ചതായും സിൻവാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നതായും പല വാർത്താ വെബ്സൈറ്റിലും അഭിപ്രായപ്പെട്ടു. വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുത്ത ഹമാസ് പ്രതിനിധികളുമായി സിൻവാർ പതിവിലും കൂടുതൽ നേരം സമ്പർക്കം പുലർത്തുന്നില്ല എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവകാശവാദങ്ങൾ എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതാദ്യമായിട്ടല്ല ഗാസയിലെ യുദ്ധത്തിൽ സിൻവാർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഡിസംബറിൽ സിൻവാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വന്നിരുന്നു. പിന്നീട് അദ്ദേഹം ഈജിപ്തിലെ സിനയിലേക്ക് പലായനം ചെയ്തു എന്നായിരുന്നു വാർത്ത വന്നത്. എന്തായിരുന്നാലും അദ്ദേഹം ഹമാസ് അണികളുമായി ബന്ധം പുലർത്തുന്നില്ല എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ നിലവിലുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് സിൻവാറിന്റെ പേരിലെ യമനിലെ ഹൂതികൾക്കായി ഒരു കത്ത് പുറത്തു വന്നിരുന്നു. അതിൽ ഇസ്രായേലിനെ ആക്രമിച്ചതിന് ഹൂതികൾക്കുള്ള അഭിനന്ദന പ്രവാഹവും ഉണ്ടായിരുന്നു. ഓരോരോ നേതാക്കളുടെയും തല വീഴുമ്പോഴെല്ലാം ഇസ്രായേൽ അമിതമായി സന്തോഷിക്കുകയോ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വരികയോ ചെയ്തിട്ടേയില്ല. ഏറ്റവും ഒടുവിലായി ഹമാസിന്റെ ഉന്നതതല നേതാക്കളൊക്കെ കൊല ചെയ്യപ്പെട്ടപ്പോഴും ഇസ്രായേൽ ഒന്നും മിണ്ടിയിട്ടില്ല. ഇപ്പോൾ ലെബനനിലുണ്ടായ പേജർ ആക്രമണം പോലും തങ്ങളാണ് ചെയ്തത് എന്ന് എല്ലാ ലോകരാജ്യങ്ങളും ആരോപിക്കുമ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ടെന്നോ ഇല്ലെന്നോ മൊസാദോ IDF ഇസ്രായേലോ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. നന്ദി.